എല്ലാവർക്കും നമസ്കാരം. ശക്തി കൊണ്ട് വേണം ഭയത്തെ അതിജീവിക്കാൻ. ഭയം ശരിക്കും രണ്ടു തരമുണ്ട്. പുറം ലോകത്തെ ഭയവും ആന്തരിക ലോകത്തെ ഭയവും. പുറം ലോകത്തെ ഭയത്തെ അതിജീവിക്കാൻ എക്സ്റ്റേണൽ ഫോഴ്സസ് നമ്മളെ സഹായിക്കും. എന്നാൽ ആന്തരിക ഭയത്തെ അതിജീവിക്കുവാൻ ആന്തരിക ശക്തി നമുക്ക് ആവശ്യമാണ്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മബലവും ബാഹ്യബലവും ദൈവമാണ്. അടിയുറച്ച വിശ്വാസത്തിന്റെ കരുത്തിലാണ് ഭയത്തെ അവൻ നേരിടുന്നത്. ഒരു ഭക്തൻ കുറിക്കുന്നു, The fear that feels so large tonight is small in the hands of God. Give it to Him and watch it shrink in His light. നിന്നെ ആലോസരപ്പെടുത്തുന്ന ഏത് ഭയത്തെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. അതിന് പരിഹാരം കർത്താവിങ്കൽ നിന്ന് വരും. ഒരു ചിന്ത ഇങ്ങനെയാണ്: Fear is what if, faith is even if. ഭയം എപ്പോഴും നമ്മളോട് പറയുന്ന, അങ്ങനെയാണെങ്കിൽ നിനക്കതിന് കഴിയില്ല, നീ പിന്മാറണം, നിന്റെ വഴികൾ ഇരുളടഞ്ഞതാണ്, നിന്നെ ഒന്നിനും കൊള്ളില്ല, ഇരുള് നിന്നെ കീഴടക്കും. അങ്ങനെ നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് പിറകോട്ട് സഞ്ചരിച്ച് ജീവിതമെങ്ങും എത്താനാകും. എന്നാൽ വിശ്വാസം നമ്മളെ ഓർപ്പിക്കുന്നു, എന്നിരുന്നാലും കർത്താവ് നിന്നോട് കൂടെയുള്ളതിനാൽ നീ തളർന്നു പോകുകയില്ല. കർത്താവിന്റെ ബലം നൽകുന്ന കരം നിന്നെ താങ്ങിക്കൊള്ളും. ദൈവിക പ്രകാശം നിന്നെ വഴി നടത്തും. അവൻ നിന്നെ ഉറച്ച പാറമേൽ നിർത്തും. ഈ ലോകത്ത് പിറക്കാൻ അമ്മയുടെ ഉദരം തന്നത് കർത്താവല്ലേ? മാതാപിതാക്കളെ തന്നത് കർത്താവല്ലേ? പിന്നെ ജീവിക്കേണ്ടത് നമ്മളാണ്. ആ ജീവിത വഴിയിൽ ഒരിക്കലും കൈവിട്ട് കളയുന്നവനല്ല നമ്മുടെ കർത്താവ്. ഭയം ബാഹ്യമാകട്ടെ ആന്തരികമാകട്ടെ, ആന്തരികമായും ബാഹ്യമായും വിശ്വാസ ജീവിതം നമ്മളെ ബലപ്പെടുത്തും നിശ്ചയം. യെശയ്യാ പ്രവചനം 41:10. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്താം. കർത്താവേ, ഞങ്ങൾ നിസ്സഹായരല്ല, ബലഹീനരല്ല. ബലം നൽകുന്ന കർത്താവ്, നിസ്സഹായതകളിൽ സഹായമായി കടന്നു വരുന്നവൻ, ഭയത്തിൽ അഭയമായി മാറുന്നവൻ അടിയങ്ങൾക്കൊപ്പമുണ്ട്. ഈ ലോകത്ത് പിറക്കാൻ അമ്മയുടെ ഉദരമൊരുക്കിയവൻ, പിറക്കാൻ മാതാപിതാക്കളെ നൽകിയവൻ. കർത്താവേ, ഈ ജീവിതം ദൈവത്തിൻ്റെ മഹാദാനാണ്. അതുകൊണ്ട് തന്നെ ഈ ജീവിത വഴികളിൽ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ആഴമുള്ള ഒരു വിശ്വാസ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ, കരുതണമേ. ഈ ലോകത്തിൻ്റെ ഭയങ്ങളെയും പ്രതിസന്ധികളെയും ദൈവത്തിൻ്റെ കരബലത്താൽ ഞാൻ അതിജീവിക്കും. ആ പ്രത്യാശയിൽ ഞങ്ങളെ വഴി നടത്തണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.